കോഴിക്കോട് ബേപ്പൂരിൽ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയ വാർത്ത നമ്മൾ തൊട്ടുമുമ്പ് നൽകുകയുണ്ടായി. അതിന്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഇപ്പോൾ വരികയാണ്. ആ വിശദാംശങ്ങൾ നമ്മൾക്ക് നോക്കാം. കോഴിക്കോട് ബേപ്പൂർ ഹാർബർ റോഡ് ജംഗ്ഷനിൽ ലോഡ്ജിൽ കൊല്ലം സ്വദേശിയെയാണ് വെട്ടേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വലപ്പണിക്കാരനായ സോളമനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴുത്തറുത്ത നിലയിലായിരുന്നു. കഴുത്തിൽ വെട്ടിയതാണോ അല്ലയോ എന്നുള്ളത് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ബേപ്പൂർ ഹാർബർ റോഡ് ജംഗ്ഷനിലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോഡ്ജിൽ കൊല്ലം സ്വദേശിയെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. വലപ്പണിക്കാരനായ സോളമൻ എന്ന ആളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കൊലപാതകമാണ് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ബേപ്പൂർ ഹാർബറിന് സമീപത്തെ 3 സ്റ്റാർ എന്നു പേരുള്ള ലോഡ്ജിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാവിലെയാണ് സോളമനെ കഴുത്ത് അറുത്ത നിലയിൽ കണ്ടത്. വിവരമറിഞ്ഞ് ബേപ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ഷനോജ് പ്രകാശ്, SI രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിക്കായി തെരച്ചിൽ ആരംഭിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത്. അല്പസമയത്തിനകം ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KMR ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകും. ആ മുറയ്ക്ക് നമ്മൾക്ക് ആ വാർത്തയിലേക്ക് വരികയും ചെയ്യാം. റിയാസ് KMR, ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതം ആ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നു. കഴുത്തറുത്തു എന്നുള്ള നിലയ്ക്കും വെട്ടിയതാണോ എന്നുള്ള നിലയ്ക്കുമുള്ള ചില ഊഹാപോഹങ്ങളുണ്ടോ? അതായത് ACP അല്പം മുൻപ് കേരള ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കൊലപാതകം തന്നെയാണ് എന്ന് കൃത്യമായ ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നു, കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. കാരണം ഈ കൊല്ലപ്പെട്ട സോളമന്റെ സുഹൃത്ത് അനീസ് അടക്കമുള്ള 4 പേരെ കാണാനില്ല. അനീസിന്റെ പേരിലായിരുന്നു ഈ 3 സ്റ്റാർ ലോഡ്ജ് എന്ന് പറയുന്ന ഇവിടെ മുറിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ 3 സ്റ്റാർ ലോഡ്ജ് എന്ന് പറയുന്ന ഇവിടെ മുറിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിന് ശേഷം ഈ കൊല്ലപ്പെട്ട സോളമൻ താമസിക്കുന്നത് മറ്റൊരു ലോഡ്ജിലായിരുന്നു, രാജാജി എന്ന് പറയുന്ന ലോഡ്ജിലായിരുന്നു. അവിടെ നിന്നും ഇവിടേക്ക് കുളിക്കാൻ എന്ന് പറഞ്ഞ് എത്തിയതായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇന്ന് രാവിലെ ഈ സോളമനെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഈ മുറിയെടുത്ത അനീഷിനെയും മറ്റ് 3 പേരെയും കാണാനില്ല. ഇവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഫറൂഖ് ACP AM സിദ്ദീഖിന്റെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. പോലീസ് പറഞ്ഞതും ACP വ്യക്തമാക്കിയതും അത് തന്നെയാണ്. കാരണം ഇത് കൊലപാതകമാണെന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഈ ഒരു രീതി കാണുമ്പോൾ, ഈ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു രീതി കാണുമ്പോൾ അതാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ ഈ കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ശരി, റിയാസ് KMR, കോഴിക്കോട് ബേപ്പൂരിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ മൃതദേഹം സോളമൻ, 58 വയസ്സ്. എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? പൂർണ്ണമായ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നൽകിയിരിക്കുന്നു റിയാസ് KMR.